ഇന്ത്യയും ശ്രീലങ്കയും 5 വർഷത്തെ ഒരു പ്രതിരോധ സഹകരണ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വളരെ നിർണായകമായൊരു നീക്കം. പ്രതിരോധം, ഊർജം, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാപാരം, ഇലക്ട്രിക് ഗ്രിഡ് കണക്ടിവിറ്റി, ആരോഗ്യം ഈ മേഖലകളുമായി ബന്ധപ്പെട്ട 7 കരാറുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കമായാണ് ഈ കരാറിനെ വിലയിരുത്തപ്പെടുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഭയകക്ഷി ചർച്ചകളിൽ ഒപ്പുവച്ച 7 കരാറുകളിൽ ഒന്നാണ് പ്രതിരോധ സഹകരണ ധാരണാപത്രം. ശ്രീലങ്കയെ പ്രതിനിധീകരിച്ച് പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി തുയക്കൊന്തയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഇതിൽ ഒപ്പുവച്ചു. 3ാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ ശ്രീലങ്കൻ സന്ദർശനമായിരുന്നു ഈ നടന്നത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് മോദി ശ്രീലങ്കയിലെത്തിയത്. പ്രധാനമന്ത്രി മോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി പ്രതിനിധിതല ചർച്ചകളും നടത്തി. പ്രധാനമന്ത്രി മോദിക്ക് ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ ആചാരപരമായ സ്വീകരണം നൽകി. ശ്രീലങ്ക ഒരു വിദേശ നേതാവിന് ഈ രീതിയിൽ ആദരിക്കുന്നത് ഇതാദ്യമായാണ്. 2019 മോദിയുടെ അവസാനത്തെ ശ്രീലങ്കൻ സന്ദർശനം. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ശ്രീലങ്കയുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ദിസനായകെ മോദിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഒരു ചർച്ചയിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകുന്ന സഹായവും തുടർച്ചയായ ഐക്യദാർഢ്യവും വളരെയധികം വിലമതിക്കുന്നുവെന്നും അദ്ദേഹം മോദിയെ അറിയിച്ചു. ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് അനുകൂലമായി പ്രതികരിച്ച ദിസനായകയ്ക്ക് മോദി പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സുരക്ഷാ താൽപര്യങ്ങൾ പരസ്പര ബന്ധിതവും പരസ്പര ആശ്രയത്വത്തിലുള്ളതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ താൽപര്യങ്ങളോടുള്ള അനുഭാവപൂർണമായ നിലപാടിന് പ്രസിഡന്റ് ദിസനായകയോട് അദ്ദേഹം നന്ദിയും പറഞ്ഞു. 2022 സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്ന ശ്രീലങ്കയെ വീണ്ടെടുക്കാൻ ഇന്ത്യ തുടർന്നും സഹായം നൽകുന്നതായിരിക്കുമെന്നും മോദി അറിയിച്ചു. പ്രതിരോധ കരാർ ഉൾപ്പെടെയുള്ള 7 ഉടമ്പടികളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ശ്രീലങ്കയിലെ ട്രിൻകോമാലിയെ ഊർജ്ജ ഹബ്ബാക്കി വികസിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഭാവിയിൽ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഗ്രിഡ് ഇന്റർകണക്ടിവിറ്റി ഉടമ്പടിയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സിലോൺ ഇലക്ട്രിസിറ്റി ബോർഡും ഇന്ത്യയുടെ NTPCയും ചേർന്ന് സാംപൂരിൽ നിർമ്മിക്കുന്ന 135 മെഗാവാട്ട് സമ്പൂർണ്ണ സൗരോർജ്ജ നിലയത്തിന്റെ തറക്കല്ലിടൽ ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും ചേർന്ന് വിർച്വലായി നിർവഹിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളുടെയും പൊതുവായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രധാനമന്ത്രി മോദിയുടെ ശ്രമങ്ങളെ ആദരിച്ചുകൊണ്ട് രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡായ മിത്രവിഭൂഷൺ ശ്രീലങ്ക സമ്മാനിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയാണ് പുരസ്കാരം മോദിക്ക് നൽകിയത്. ഒരു വിദേശ രാജ്യം പ്രധാനമന്ത്രി മോദിക്ക് നൽകുന്ന 22ാമത് അന്താരാഷ്ട്ര അംഗീകാരമാണിതെന്നതും ശ്രദ്ധേയമാണ്.